ഇന്നത്തെ ക്ഷേത്രത്തിലെ കൂത്തഭിഷേകം താലപ്പൊലി വേലയോടെ ദിവസം ഈ വേദിയിൽ നടന്നു വരുന്ന സാംസ്കാരിക പരിപാടികളുടെ 9ാമത്തെ ദിനമായ ഇന്ന് വേദിയിൽ നങ്ങ്യാർകൂത്ത് അവതരിപ്പിക്കുവാൻ എത്തിയ മാണി മാധവ ചാക്യാർ സ്മാരക ഗുരുകുലം കിള്ളിക്കുറിശ്ശിമംഗലത്തെ കലാകാരി വാസന്തി നാരായണനെയും പക്കമേളം തീർക്കുവാനെത്തിയ മറ്റു കലാകാരന്മാരെയും ദേവസ്വം ഭരണസമിതിയുടെ പേരിലും ഭക്തജനങ്ങളുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നങ്ങ്യാർകൂത്ത് ആരംഭിക്കാൻ മുമ്പായിട്ട് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന നങ്ങ്യാർകൂത്തിൻ്റെ കഥാസാരം ആദ്യമായിട്ട് പറഞ്ഞു തരാണ്. ഇന്ന് ഇവിടെ ചെയ്യുന്ന നങ്ങ്യാർകൂത്ത് ഗജേന്ദ്രമോക്ഷമാണ്. ഞാനൊക്കെ അറിയുന്ന കഥയാണ്. എന്നാലും എന്താണ് അഭിനയിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞാൽ, ആദ്യ ഭാഗം എന്ന് പറയുന്നത് സംക്ഷേപമാണ്. സംക്ഷേപം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കഥ അവതരിപ്പിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആ കഥയുടെ പൂർവ്വഭാഗം എങ്ങനെ ആ കഥ തുടങ്ങുന്നു, നമ്മളൊരു കഥ കേൾക്കാൻ പോകുമ്പോഴാവുമ്പോഴും പറയുന്ന ഭാഗത്തിന് തൊട്ട് മുമ്പെയായി എങ്ങനെ ആ കഥയിലേക്ക് എത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് സംക്ഷേപം അഥവാ പൂർവകഥയുടെ അഭിനയം. ക്ഷീരാബ്ധിങ്കൽ അനന്തൻ്റെ പള്ളിമെത്തയിൽ ഉറങ്ങിക്കിടക്കുന്ന സാക്ഷാൽ ശ്രീനാരായണൻ. അപ്പോൾ ശ്രീനാരായണൻ ഉണർന്നു നോക്കിയപ്പോൾ എന്താ കണ്ടതെന്ന് വെച്ചാൽ, പ്രദേശത്തിങ്കൽ മുഴുവൻ വെള്ളം മാത്രമേ കാണാനുള്ളൂ. പിന്നെയോ നാഭീകമലം അവിടെ ഉണ്ടാവുകയാണ്. ആ നാഭീകമലത്തിൽ നിന്ന് സാക്ഷാൽ ബ്രഹ്മാവ് ഉണ്ടാവുകയാണ്. ബ്രഹ്മാവ് ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിക്കുകയാണ്. സ്വർഗം, ഭൂമി, പാതാളം, അങ്ങനെ 3 ലോകങ്ങളെയും ആ ബ്രഹ്മാവ് സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഈ സൃഷ്ടി കഴിഞ്ഞ് കഥയിലേക്ക് വരികയാണ്. നമ്മൾ ചെയ്യുന്ന ആ കഥാഭാഗത്തിലെ ആ കഥാപാത്രത്തിൻ്റെ അവസ്ഥയിലേക്ക് അതിനെ യോജിപ്പിച്ച് കൊണ്ടുവരികയാണ് പിന്നെ ചെയ്യുന്നത്. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ, ഭൂമിയിങ്കൽ പാണ്ഡ്യദേശത്ത് ആ രാജധാനിയിങ്കൽ ഇന്ദ്രദ്യുമ്നൻ എന്നു പേരായിട്ട് പ്രസിദ്ധനായിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം യഥാവിധമാകും വണ്ണം ഈ അദ്ദേഹത്തിൻ്റെ രാജധാനിയെയും